തെരഞ്ഞെടുപ്പ് അടുക്കുന്നതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്വം അത് തെളിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന വീണ്ടെടുക്കാനുള്ള, രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടം എന്ന ഗൗരവത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ നീങ്ങുമ്പോൾ BJP മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കനുസൃതമായിട്ടുള്ള നിലപാടുകളാണ് പലപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്വീകരിക്കുന്നത്. BJPക്ക് മറ്റ് വിഷയങ്ങൾ ഉദ്ദേശപോലെ ഫലം കണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ഞങ്ങളിപ്പോൾ നടപ്പിലാക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും പൗരത്വ നിയമം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ചട്ടങ്ങൾ പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചത്. ഈ ഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ മതേതര പ്രസ്ഥാനങ്ങളും മതേതരത്വം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മത സാമുദായിക നേതാക്കന്മാരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJP ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി പൗരത്വ നിയമം മാറണം എന്നുള്ളതാണ്. അവരാ കെണി ഒരുക്കുന്ന, അതിൽ വീഴരുത്. അവരെ സംബന്ധിച്ചിടത്തോളം പൗരത്വ നിയമം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത് രണ്ട് കാരണമാണ്. ഒന്ന്, രാജ്യത്തുടനീളമുള്ള വിലക്കയറ്റം കാരണമുള്ള പട്ടിണിയും ദാരിദ്ര്യവും അത് മറക്കുന്ന നിലയിലേക്കൊരു ഒരു വിഷയം വേണം എന്നുള്ളതും, അതിലുപരിയായി സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങളടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ധ്രുവീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം BJP ഒരുക്കുന്ന കെണിയാണിത്, ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാകേണ്ടത് എന്ന് പറഞ്ഞു. കാരണം BJPക്കെതിരെയുള്ള പോരാട്ടത്തിലുള്ള വിജയമാണ്. ഇവിടെ നിർഭാഗ്യവശാൽ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം BJP എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി പൗരത്വ നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്നു. ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിൽ എറിയും എന്നുള്ള നിലയിലേക്ക് പ്രസ്താവന നടക്കുന്നു. പിണറായി വിജയൻ ഇതിൻ്റെ പൗരത്വ സംരക്ഷണ യോഗം നടത്തുന്നില്ല. എന്താ പിണറായി വിജയൻ പറയുന്നത്? എന്ത് പറയാനൊക്കും? ആകെ പറയാനൊക്കുന്നത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല എന്നല്ല പറയാനൊക്കത്തുള്ളൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ലെന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ. അന്നേരം എന്താണ് ഈ രാഷ്ട്രീയം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല, ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ നിലയിലേക്ക് എന്ത് BJP ആഗ്രഹിക്കുന്നു അതിന് പകരമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പരിഹാരം CPMൻ്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അശക്തരാണ്. ഈ പൗരത്വ നിയമം രാജ്യത്ത് നിന്ന് ദ്രോഹകരമായിട്ടുള്ള, ഈ രാജ്യത്തെ ഒരു പൗരൻ്റെയും പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള അഭിപ്രായം RSPക്കില്ല, ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ പൗരത്വം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്നതനുസരിച്ച് തന്നെ അതുള്ളത് കൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം വഴി ഇത് യാഥാർത്ഥ്യമാക്കാനൊക്കും, അല്ലെങ്കിൽ ഇത് അസാധുവാക്കാനൊക്കും എന്ന കാഴ്ചപ്പാടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവരെ നയിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ ഇങ്ങനൊരു നിലപാടുമായി പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിലൊക്കെ കഥാതിരക്കഥ നരേന്ദ്രമോദിയാണെങ്കിൽ സംഭാഷണവും പശ്ചാത്തല സംഗീതവും പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയുടെ നയങ്ങൾക്കനുസൃതമായി തന്നെ പിണറായി വിജയൻ്റെ നയങ്ങൾ മാറുമ്പോൾ പിണറായി വിജയൻ പിടിക്കുന്ന ചെങ്കൊടിയുടെ നിറം മങ്ങി, ആ ചുവപ്പ് മങ്ങിയിട്ട് അത് കാവിയായി മാറുന്ന കാഴ്ചയാണ് ഈ പ്രചരണങ്ങൾ വഴി നമുക്ക് ബോധ്യപ്പെടുന്നത്.